ഹലോ, എന്തൊക്കെയുണ്ട്? അപ്പം ഇന്ന് പതിവ് പോലെ എനിക്ക് പല്ലൊന്നും തേച്ചിട്ടില്ല. പല്ലേക്കാൻ പോകുള്ളൂ. പോത്തിനെ അഴിച്ചു മാറ്റിയൊക്കെ കെട്ടിയിട്ടൊക്കെ വേണം. നല്ല ഗംഭീര മഴയാണ്. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര മഴയാണ്. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഇത് പോകണം. ഇന്ന് എന്തിട്ടൊക്കെ ഒന്നും അറിയില്ല. നമുക്ക് ചെറിയ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും വീണ്ടും പാടത്തെത്തിക്കാണ്. പോത്തോട്ടന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതിപ്പോഴും നമ്മളെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണത്. അത് മാത്രമല്ല ഈ സെൽഫി സ്റ്റിക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ സെൽഫി സ്റ്റിക്കല്ല. ആക്ച്വലി ഈ സാധനം ഞാനൊരു ചെറിയ സ്റ്റാൻഡിന്മേ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ എന്നിട്ട് ഇത് നമ്മൾ നടക്കുമ്പോൾ ഇങ്ങനെ ജെർക്കിങ് വരുന്നതൊക്കെ നാച്ചുറലാണ്. നമുക്കത് അറിയില്ല. അതിൻ്റെ ഇതൊക്കെ നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ കാലക്രമേണ നമുക്ക് നല്ല സ്റ്റിക്കൊക്കെ മേടിച്ച് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു 3 കല്യാണങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ ക്യാമറ എടുത്ത് ഫോട്ടോ എടുത്തിട്ടുള്ള ആളാണ്. അത് ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒരു പൊക്കിത്തരം പറയാൻ നിൽക്കും. സംഭവം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വർണ്ണമണിക്ക് ഇരിക്കുന്ന സമയത്ത് ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൊടകര ആലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വർണ്ണമണിക്ക് ഇരിക്കുന്ന സമയത്ത് ലൈജു എന്ന് പറഞ്ഞ ചേട്ടൻ, ലൈജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പെങ്ങളുടെ കല്യാണം. ആ ചേച്ചിയുടെ കല്യാണത്തിന് അവിടുത്തെ ഫുൾ ക്യാമറ ഞാനായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. മറ്റേ ഒരു ക്യാമറ, നല്ല ക്യാമറയായിരുന്നു. പക്ഷെ അതിന് ഫ്ലാഷൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്ലാഷ് കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ക്യാമറ ആയിരുന്നു. എന്നാലും ഞാൻ അത് വെച്ച് ഫുള്ള് ഒരു കല്യാണം ഫുള്ളെടുത്തു. പിന്നെ അത് കൂടാണ്ട് നമ്മൾ വേറൊരു കർണാടകയിൽ ഒരു കല്യാണം, നമ്മുടെ നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ ഒരു ചേച്ചിയുടെ, മലയാളിയാണ്. അവർ ടൈലറിങ്ങിൻ്റെ ജോലിയായിട്ട് അവിടെ വന്നതാണ്. ആളെ കല്യാണം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പെങ്ങളുടെ ഇത് മനസ്സമ്മതം, മൂത്ത ചേച്ചിയുടെ മനസ്സമ്മതം ഞാനാണ് എടുത്തത്. പിന്നെ ഞാൻ മറ്റേ IN വിജയനൊക്കെ പങ്കെടുത്ത ഒരു കല്യാണത്തിന് ഫോട്ടോഗ്രാഫിൽ ലൈറ്റൊക്കെ പിടിക്കാൻ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് വലിയ പരിചയമുള്ള സംഭവമല്ല. പക്ഷേ അതിലെ ടെക്നിക്ക് വശങ്ങൾ നമുക്കറിയില്ല. നമ്മൾ ചെയ്ത് കണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ ഇത് ഫോക്കസ് അതെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിന് അഡ്ജസ്റ്റ്മെൻറ്റ്, അതിന് ഓരോ നമ്പറുകളുണ്ടല്ലോ അങ്ങനെയൊക്കെ ഇടുന്നത്. അത് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എന്താ നമ്മൾ പോത്തുട്ടന്മാരത് ഇറങ്ങി പാടത്തിറങ്ങി തീറ്റ തുടങ്ങി. അപ്പോൾ ഈ പാലത്തിന് ഒരുപാട്, ഇതൊരു ചെറിയൊരു പാലമാണ്. ഈ പാലത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. അത് ഞാൻ പറ്റുന്ന ഇടയ്ക്കൊക്കെ പറഞ്ഞുതരാം കേട്ടാ. ഇപ്പം നല്ല രസമാണ് ഇവിടെ കാലത്തന്നെ കാണാനായിട്ട്. വെയിലൊന്നും ആയിട്ടില്ല. നല്ല മഴ പെയ്തിപ്പോൾ തോർന്നു പോകും. തോട്ടിലൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട്. ഈ ജർക്കിങ് വരുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് പ്രൊഫഷണൽ ക്യാമറ, വലിയ മറ്റേ തോളത്തൊക്കെ വെച്ച് കൊണ്ടു നടക്കുന്ന ക്യാമറയായിരുന്നു അന്ന് കല്യാണത്തിന് എടുത്തത്, വീഡിയോ ക്യാമറ. അതിൽ സ്റ്റില്ല് വേറെ ആളായിരുന്നു. അപ്പോൾ വീഡിയോ ക്യാമറയ്ക്ക് ലൈറ്റ് പിടിക്കലായിരുന്നു. അന്ന് IN വിജയനൊക്കെ പങ്കെടുത്തു കല്യാണത്തിന്. ചാലക്കുടിയിലാണ്. ചാലക്കുടിയിൽ മറ്റേ KICB ഓഫീസിൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. അതിനൊക്കെ ഒരു പ്രൊഫഷണൽ ക്യാമറമാൻ്റെ കൂടെ പോയിട്ടുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി അന്ന് അങ്ങനത്തെ ഒരു മനസ്സായിരുന്നു. അങ്ങനെ ക്യാമറയൊക്കെ എടുക്കണം എന്നുള്ളൊരു മനസ്സായിരുന്നു ആ സമയത്ത്.
പക്ഷെ അതിനെക്കുറിച്ച് ടെക്നിക്ക് വശങ്ങൾ പഠിക്കണമെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസം വേണം. അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ചുള്ളൊരു നോളജ് വേണം. അപ്പം നമുക്കത് ഇല്ലായിരുന്നു. നമുക്ക് കണ്ടും ആഗ്രഹത്തിൻ്റെ കണ്ടും പുറത്ത്, പിന്നെ അതിൻ്റെ പിന്നാലെ പോയില്ല. പിന്നാലെ പോയെങ്കിൽ ഒരു പക്ഷേ സെറ്റായേനെ, പിന്നാലെ പോയില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പം ഇതിങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഇതുണ്ട്. ഞാൻ തന്നെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് നമുക്കത് അതിനെ ഇതിൽ കൊണ്ടുവരണമെങ്കിൽ 2-3 കാര്യങ്ങൾ ഞാൻ ഒന്നാമത് നല്ല ക്യാമറ വേണം. പിന്നെ ഈ ഫോണിലാവുമ്പോൾ നമുക്കത് സ്റ്റിൽ ക്യാമറയിൽ ചെയ്യുന്ന മാതിരിയല്ലല്ലോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. വീഡിയോ മറ്റേ അവരുടെ മറ്റേ പ്രൊഫഷണൽ ക്യാമറ അത് അവർ ആ മൂഡൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരിക നോക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ വെറുതെ അത് മറ്റേ ഓൺ ഓഫും വെച്ച് അത്യാവശ്യം ചെറിയ ഫോക്കസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുണ്ട് മറ്റേ വലിയ തോളത്ത് വെച്ച് എടുക്കുന്ന ക്യാമറയിൽ. പിന്നെ ഈ ഹാൻഡ് ക്യാമറയിലും ഞാൻ അങ്ങനെ എടുത്ത് 2 ക്യാമറ ഉള്ളതിലുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും കുറവുകളൊക്കെ നമുക്ക് തീർക്കാം വെച്ചാൽ പഠിക്കാം. അപ്പോൾ അറിയുന്നവരൊക്കെ പറഞ്ഞു തരിക, ഇങ്ങനെ ചെയ്യടാ അത് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് നമ്മളത് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ പഠിക്കാൻ തയ്യാറാണ് എല്ലാ കാര്യവും. അപ്പോൾ അതിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ വയസ്സിലും നമ്മളിങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും നല്ല പ്രൊഫഷണൽ മൂഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതിപ്പോൾ ഞാൻ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ ക്ലാരിറ്റി ഇല്ല. ഞാൻ തന്നെ എൻ്റെ അറിയാവുന്ന വിദ്യാഭ്യാസം വെച്ചിട്ടാണ് എല്ലാ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തതാണ്. അതൊക്കെ ഒരു 40-50% തെറ്റായിരിക്കാം. ഇനിയിപ്പോൾ അത് പ്രൊഫഷണലൊക്കെ ആയിട്ട് വരുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാലും കുഴപ്പമില്ല. ഇതിനൊക്കെ ഒരു ഐഡിയ വരണ വരെ നമുക്ക് ഇങ്ങനെയൊക്കെ. ഈ പാലത്തിൻ്റെ ഒരു കഥ പറയാം. നമ്മുടെ കരിങ്കാളിയല്ലേ നല്ലൊരു വാഴ എന്ന് പറഞ്ഞ ആ ഒരു ആൽബമില്ലേ, ആ ആൽബം ഇവിടെ ഷൂട്ട് ചെയ്തത് ഈ പാലത്തും കൂടെ വന്നിട്ട് ഒരു ഒരു കൊച്ചും ഒരു കിടാവും കൂടി ഇങ്ങനെ, ഒരു കൊച്ചും ഒരു ചേച്ചിയും കൂടി ഇങ്ങനെ ഇന്ന് അവിടെ നെല്ലായിരുന്നു. അപ്പം നെല്ലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പാട്ടുപാടി പോണ ഒരു ഇതാണ് ആ പാട്ട്. അത് കരിങ്കാളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽബം ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ, പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതൊക്കെ. അതൊക്കെ പറയാം. ആക്ച്വലി ഇന്നലെ ഞാൻ ഈ പാടമൊക്കെ കാണിച്ചു തരാം. ഇന്നിപ്പോൾ പാടത്തിനെ കുറിച്ച് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ വേറെ നമുക്കൊരു ചെറിയൊരു കൃഷി പരിപാടികളൊക്കെ ഉണ്ട്, അത് കാണാം. ഫിഷ് വളർത്തലുണ്ട്, അത് മീൻ വളർത്തൽ,
പിന്നെ മീൻപിടുത്തം. മീൻപിടുത്തം വെച്ചാൽ പ്രൊഫഷണലൊന്നുമില്ല, ഞാൻ എൻ്റെ രീതിയിൽ ചൂണ്ടയിടും, മീൻ പിടിക്കും, കിട്ടി പോയാൽ പോയി. അപ്പോൾ അത് ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ പോവും. ഞാൻ ചില സമയത്ത് എനിക്ക് ഭ്രാന്ത് കയറുമ്പോൾ ഞാൻ കണ്ട് മതിലെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പാലുണ്ട്. പാലത്തിൻ്റെ ഇടയിൽ കുറേ പാമ്പുകളും തുരപ്പനും എലിയൊക്കെ മാത്രമേ അതിൻ്റെ അടിയിൽ പോകാറുള്ളൂ. ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് അതിനുള്ളിൽ കയറിയിരുന്ന് ചൂണ്ടയിടാറുണ്ട്. ആർക്കും അറിയില്ല, നമ്മളൊക്കെ അതെന്താണെന്ന് അറിയില്ല. ഒരു 10, 40, 35, 38 വയസ്സൊക്കെ ആയപ്പോൾ നമ്മളെല്ലാത്തിലും ബാക്കിലേക്ക് വലിക്കും. അതായത് ഫ്രണ്ട്സുകൾ കുറഞ്ഞു വെച്ചാൽ കുറേയല്ല, ഫ്രണ്ട്സുകളുണ്ട്, പക്ഷേ ഇങ്ങനെ കറങ്ങാൻ പോക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ചൂണ്ടാൻ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോവും, അല്ലെങ്കിൽ ഇങ്ങനെ പോവും. അങ്ങനത്തെ ഒക്കെ ഒരു സ്വഭാവമായി. നല്ല സ്വഭാവമൊന്നുമല്ല, എല്ലാത്തിനും എല്ലാവരും വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവമായി. അങ്ങനത്തെ എപ്പോഴും അല്ല, ചില സമയങ്ങളിൽ. അപ്പോൾ നമുക്ക് ഇന്ന് പറ്റിയ കൃഷി തോട്ടത്തിൽ പോകാം. അവിടെ അടിച്ച് തുടങ്ങി കഴിഞ്ഞ് വെള്ളം അടിച്ച് എല്ലാം ക്ലിയറാക്കി. ഇനി ലാസ്റ്റ് പരിപാടി ശരിക്കും പറഞ്ഞാൽ ഇത് ജോലിയുള്ള ദിവസം 7 മണിയൊന്ന് കഴിയും. ഇതിപ്പോൾ 8 മണി 8:15 അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. പിന്നെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാം. നമുക്കത് തിരുത്താൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞില്ലേ, തിരുത്താൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. നമുക്ക് ഇതിനെക്കുറിച്ച് നോളജ് കുറവാണ്, ഫോൺ ഉപയോഗിച്ചിട്ടുള്ള നോളജ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലാണ് എനിക്കതൊക്കെ ഒന്ന് ഇതാക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ പറഞ്ഞു തന്ന് ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലുമൊക്കെ. നമ്മളിത് വിജയിച്ച് പോകണം. ഇത് കൂടെ നിങ്ങൾക്ക് വേറെ വീഡിയോസൊക്കെ വരുന്നുണ്ട്. അതായത് എൻ്റെ മോനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഭാര്യേനെയൊക്കെ പരിചയപ്പെടുത്തി. കാരണം അവനെ നമുക്ക് മുന്നിൽ കൊണ്ടുവരണം. അവനെ കൊണ്ടുവരുന്നത് കാശിനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടല്ല, നമുക്ക് അവനെ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ഒരാളാണ് അവനെ പരിചയപ്പെടുത്തും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ.